നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഭരണമാറ്റമുണ്ടാകുമെന്നും മന്ത്രിമാരാകാമെന്നും മനക്കോട്ട കെട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുതിർന്ന കോൺഗ്രസ് എംപിമാർ. വാർത്ത തള്ളാതെ UDF കൺവീനർ അടൂർ പ്രകാശ്. നിയമസഭ ലക്ഷ്യമിടുന്നവരിൽ അടൂർ പ്രകാശിനെ കൂടാതെ കൊടിക്കുന്നിൽ സുരേഷും കെ സുധാകരനും. ഉദുമ ലക്ഷ്യമിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബെന്നി ബെഹനാന്റെ മനസ്സിൽ തൃക്കാക്കര. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് KPCC പുനഃസംഘടന പൂർത്തിയാകില്ല. തടസ്സമാകുന്നത് നേതാക്കളുടെ തർക്കം. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളും DCCകൾ കൈമാറിയ ഭീമൻ പട്ടികയും തീരുമാനം വൈകുന്നതിന് കാരണം. കേരളത്തിലും ഡൽഹിയിലും ചർച്ചകൾ തുടരും. ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനത്തിലെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തുവിട്ട് ന്യൂസ് 18. സെബാസ്റ്റ്യനുമായി ബിന്ദുവിനുണ്ടായിരുന്നത് ഗാഢമായ ബന്ധം. വെളിപ്പെടുത്തൽ നടത്തിയ സതീശൻ കൈക്കലാക്കിയത് ബിന്ദുവിന്റെ കോടികൾ വിലയുള്ള ഭൂമി. 2005 ശേഷം ബിന്ദു ജീവനോടെ ഉണ്ടായിരുന്നില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. പ്രധാനമന്ത്രിയെ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ്. സ്വാതന്ത്ര്യം, പിതൃത്വം സവർക്കർക്കും RSSനും ചാർത്തിക്കൊടുക്കുന്നത് ചരിത്ര നിഷേധമെന്ന് പിണറായി വിജയൻ. BC നിയമന തർക്കത്തിന്റെ പേരിൽ മന്ത്രിമാർ രാജ്ഭവനിലെ വിരുന്ന് ബഹിഷ്കരിച്ചതോടെ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. സംസ്ഥാനത്ത് ഷോക്കേറ്റ് 2 മരണം. മരിച്ചത് വടകര സ്വദേശി ഉഷയും നെയ്യാറ്റിൻകര സ്വദേശി രാഹുൽ വിജയനും. ഉഷയ്ക്ക് ഷോക്കേറ്റത് വീടിനടുത്ത് പൊട്ടിവീണ കമ്പിയിൽ നിന്ന്. രാഹുൽ മരിച്ചത് ആഴിമല ക്ഷേത്ര പരിസരം വൃത്തിയാക്കുമ്പോൾ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കണ്ണുനട്ട് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ. കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എംപിമാരിൽ ചിലർ കരുക്കൾ നീക്കുന്നത്. ജയിച്ചാൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാക്കളാണ് പ്രധാനമായും ഇത്തരം നീക്കം നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരിൽ പലരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളൊക്കെയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തെല്ലാമാണ് ഇവർ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള കാരണം, ഇവർക്ക് വെല്ലുവിളികളായി നിൽക്കുന്നത് എന്നതുകൂടി പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം മന്ത്രിക്കുപ്പായം തുന്നി എംപിമാർ എന്നാണ് നമ്മൾ നൽകിയ തലക്കെട്ട്. കേരളത്തിൽ മത്സരിച്ച് ജയിച്ചാൽ അടൂർ പ്രകാശ് ആയാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും എല്ലാം മന്ത്രിയാവാനോ മുഖ്യമന്ത്രിയാവാനോ ഒക്കെയുള്ള സാധ്യത മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. UDFന് ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ എംപിമാരൊക്കെയും കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത് മന്ത്രിയാവാം എന്നുള്ള ഒരു മോഹമാണ്. സ്വാഭാവികമായും കേന്ദ്രത്തിൽ MP ആയിരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സംസ്ഥാനത്തെ മന്ത്രിസ്ഥാനം. അതുതന്നെയാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം കേന്ദ്രത്തിൽ കാര്യമായ റോളില്ല എന്നുള്ളത് കൂടിയാണ്. പ്രതിപക്ഷത്തെ ഇനിയും 4 വർഷങ്ങൾ കൂടി ഇരിക്കേണ്ടി വരും. കേരളത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു പ്രാധാന്യം വീണ്ടും കുറയാനുള്ള സാധ്യത കൂടി അവർ മുന്നിൽ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ജാതി സമവാക്യം നിർണായകം എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി സമവാക്യം ഏറ്റവും പ്രധാനമാണ്. ചില വിഭാഗങ്ങൾക്കെങ്കിലും അർഹമായ പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളില്ല എന്നുള്ള വാദം തന്നെയാണ് പ്രധാനമായും അടൂർ പ്രകാശ് ആയാലും കെ സുധാകരനായാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ഒക്കെ ഉന്നയിക്കുന്നത്. അത് അവർ പ്രധാന ഒരു വിഷയമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അവർ ഇളവ് കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കരുത്തന്മാർ ഇറങ്ങിയാൽ ജയസാധ്യത കൂടും. എംപിമാരൊക്കെ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു വിജയിക്കാൻ പോകുന്ന എന്നൊരു പ്രതീതി ഉണ്ടാവും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്.
തിരിച്ചടിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹൈക്കമാൻഡ് നിലപാടാണ്. ലോക്സഭയിൽ എംപിമാരുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് വരുത്താൻ ഹൈക്കമാൻഡ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. രണ്ടാമത്തെ വിഷയം ഒഴിയുന്ന സീറ്റ് എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ്. പല മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ എംപിമാർ ഒഴിഞ്ഞാൽ ആ സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട്. ആറ്റിങ്ങലടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ ആശങ്ക ശക്തമാണ്. അതുതന്നെയാണ് തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം. മൂന്നാമത്തത് ജനങ്ങളോട് എന്ത് വിശദീകരിക്കും എന്നുള്ളതാണ്. 5 വർഷത്തേക്ക് എംപിയായി തെരഞ്ഞെടുത്ത വിട്ട ആളുകൾ കൂട്ടത്തോടെ വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചാൽ അത് ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാലാമത്തെ വിഷയം എംപിമാർ മത്സരിച്ചാൽ ജനം എതിരാകുമോ എന്നുള്ളതാണ്. എംപിമാർ വീണ്ടും അധികാരം ലഭിക്കുന്ന ഘട്ടത്തിലെല്ലാം ഒരേ ആളുകൾ തന്നെ വീണ്ടും വന്ന് മത്സരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ജനവികാരം എതിർക്കുമോ എന്നുള്ള ഒരു വിഷയം ഉയർന്നുണ്ട്. അഞ്ചാമത്തെ വിഷയം സംസ്ഥാനത്ത് യുവനിരയടക്കം ഇവിടെ സീറ്റ് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ സ്വാഭാവികമായും ഒരേ ആളുകൾ തന്നെ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ എതിർപ്പ് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അത് ഐക്യത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട എംപിമാരൊക്കെ കേരളത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ചിലർക്കെങ്കിലും ചില ഇളവുകൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നീങ്ങുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത തള്ളാതെ UDF കൺവീനർ അടൂർ പ്രകാശ്. മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും. സ്ഥാനാർത്ഥിത്വ സാധ്യതയെക്കുറിച്ചുള്ള പഠനം നടക്കുകയാണെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനമെടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDFും എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. കോൺഗ്രസ് പുനഃസംഘടനയിൽ സമ്പൂർണ്ണ അനിശ്ചിതത്വം. ജില്ലകളിൽ നിന്ന് DCC നേതൃത്വം കൈമാറിയ ഭാരവാഹികളുടെ എണ്ണത്തിലെ ബാഹുല്യവും മുതിർന്ന നേതാക്കൾക്കിടയിൽ തുടരുന്ന തർക്കവുമാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് തടസ്സമായത്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡ് ഇടപെടൽ വെറുതെയായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടികൾ അവസാനിച്ച കഴിഞ്ഞ 12-ന് ശേഷം പ്രഖ്യാപിക്കാനിരുന്ന KPCC പുനഃസംഘടനാ പട്ടികയാണ് നേതാക്കൾക്കിടയിലെ അവസാനിക്കാത്ത തർക്കങ്ങളെ തുടർന്ന് അനിശ്ചിതമായി നീളുന്നത്. ഗ്രൂപ്പ് താൽപര്യങ്ങളടക്കം സംരക്ഷിച്ചുകൊണ്ട് ജില്ലകളിൽ നിന്ന് കൈമാറിയ ഭാരവാഹികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നതോടെയാണ് ഈ പരിഗണനാ ലിസ്റ്റിൽ നിന്ന് പട്ടിക തയ്യാറാക്കുക നേതൃത്വത്തിന് മുമ്പിൽ വെല്ലുവിളിയായി മാറിയത്. ഭാരവാഹി പട്ടികയുടെ പേരിൽ KC വേണുഗോപാൽ, K സുധാകരൻ പക്ഷങ്ങൾ നേർക്കുനേർ എത്തിയതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. KPCC അധ്യക്ഷനായിരുന്നപ്പോൾ സുധാകരന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായിരുന്ന K ജയന്ത് KC പക്ഷത്തേക്ക് മാറുകയും പുനഃസംഘടനയിൽ 11 KPCC വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തതോടെയാണ് സുധാകരൻ നിലപാട് കടുപ്പിച്ചത്. അധ്യക്ഷ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയ സുധാകരൻ പുനഃസംഘടനയുടെ പേരിലും സമാന നിലപാട് സ്വീകരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിക്ക് അത് തലവേദനയായി മാറുമെന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം സമവായ ചർച്ചകൾ തുടരുന്നത്. അതേസമയം ജയന്തിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനുനയ നീക്കവും താൻ അംഗീകരിക്കില്ലെന്ന നിലപാട് K സുധാകരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതിനിടെ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കം പരിഹരിക്കാൻ താൽക്കാലിക അധ്യക്ഷനായ N ശക്തനെ തുടരാൻ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം തന്നെ രംഗത്തെത്തിയതോടെ നേതൃത്വം വീണ്ടും വെട്ടിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താനുള്ള ശ്രമം നടക്കുന്നതെന്ന് ശക്തൻ ഹൈക്കമാൻഡ് പ്രതിനിധിയെ അറിയിച്ചതോടെ അനുനയ സാധ്യതയും അകലെയായി. ഭാരവാഹികളുടെ എണ്ണം 100 കടന്നാലും അത്ഭുതപ്പെടാനില്ലെന്ന് സൂചന നൽകിയ ഒരു പ്രവർത്തക സമിതി അംഗം എന്നിട്ടും തർക്കങ്ങൾ തുടരുകയാണെങ്കിൽ തൽസ്ഥിതി തുടരുന്നതല്ലേ ഭേദമെന്നായിരുന്നു അനൌദ്യോഗികമായി നടത്തിയ പ്രതികരണം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം സവർക്കർക്കും RSSനും ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണെന്നും ഇതുകൊണ്ടൊന്നും വർഗീയ സംഘടനയെ വെള്ളപൂശാനാകില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. രാജ്ഭവനിലെ വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചതോടെ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ബാക്കി പത്രമായിരുന്നു ബഹിഷ്കരണം. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം VC നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം സുപ്രീംകോടതിയിലാണ്. സമവായത്തിന് ഇരുപക്ഷവും തയ്യാറാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും ഒരു ഇഞ്ച് പോലും പിന്മാറാൻ സർക്കാരോ ഗവർണറോ തയ്യാറായിട്ടില്ല. സർവകലാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന് തൊട്ടു പിന്നാലെയാണ് അറ്റ് ഹോം ഗവർണറുടെ വിരുന്ന്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഗവർണർ നടത്തുന്ന പൗരപ്രമുഖർക്കും സർക്കാരിലെ പ്രധാനികൾക്കും വേണ്ടിയുള്ള വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്ഭവൻ ഉണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിരുന്നിന് എത്തിയില്ല. സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിരുന്നിൽ നിന്ന് വിട്ടുനിന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സർവകലാശാലകളുടെ കാര്യത്തിൽ VC-മാർ തീരുമാനിക്കടക്കമുള്ള കാര്യങ്ങളിൽ സമവായം ഉണ്ടാകണം. സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരും ഗവർണറും ഒരുമിച്ച് പോകണം. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് വലുത്. അത് കരുതി ഒരുമിച്ച് പോകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. പക്ഷേ അതിനുള്ള ചില ശ്രമങ്ങൾ സർക്കാരും ഗവർണറും തുടങ്ങി വച്ചെങ്കിലും അത് പാതി വഴിയിൽ അവസാനിക്കുകയാണ്. ഇനി സമവായമല്ല, ഏറ്റുമുട്ടലാണ് തങ്ങളുടെ പാതയെന്ന് ഇരു കൂട്ടരും വ്യക്തമാക്കുന്നതാണ് ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങൾ. മുഖ്യമന്ത്രി മന്ത്രിമാരും ഈ വിരുന്ന് ബഹിഷ്കരിക്കുന്നു. തിങ്കളാഴ്ച സർവകലാശാല ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലെ സ്ഥിര VC നിയമനത്തിലുള്ള പാനൽ രാജ്ഭവൻ സുപ്രീം കോടതി കൈമാറും. സർക്കാരും പാനൽ തയ്യാറാക്കിയിട്ട് സർക്കാരും പാനൽ കൈമാറും. ഏതായാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇരു കൂട്ടരും ഒരുപോലെ വ്യക്തമാക്കുകയാണ്. ഏറ്റുമുട്ടലിന്റെ പാതയിലൂടെ തന്നെയാകും ഇനിയും മുന്നോട്ട് പോവുക. രണ്ട് സർവകലാശാലകൾക്ക് മാത്രമല്ല, മറ്റു സർവകലാശാലകളുടെ കാര്യത്തിലും സ്ഥിര VC നിയമനം നടക്കേണ്ടതുണ്ട്. അപ്പോഴും ഒരു സമവായത്തിന്റെ വഴിയിലേക്ക് പോകാൻ ഇരു കൂട്ടരും തയ്യാറാകില്ല എന്ന സൂചനയായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ബഹിഷ്കരണത്തെ കാണേണ്ടത്. ചീഫ് സെക്രട്ടറി മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിദാനം ചെയ്ത് അവിടെ പങ്കെടുത്തത്. ഓർഡിനൻസുകൾ, സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഓർഡിനൻസുകൾ ഗവർണറുടെ പരിഗണനയിലുണ്ട്, ബില്ലുകൾ പരിഗണനയിലുണ്ട്. അത്തരം കാര്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോഴത്തെ തർക്കം കൂടുതൽ മൂർച്ഛിപ്പിക്കുന്ന, കൂടുതൽ ശക്തമാക്കുന്ന നടപടിയാണ് ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. തിരോധാനത്തിന് ശേഷം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമി സ്വന്തമാക്കിയ സതീശന്റേതാണ് വെളിപ്പെടുത്തൽ. 2005 മെയ്ക്ക് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യനൊപ്പം ബിന്ദു എത്തിയതായി സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. താനുമായി ഭൂമി ഇടപാട് നടന്ന ദിവസം സെബാസ്റ്റ്യനും ബിന്ദുവും താമസിച്ചത് ഒരുമിച്ചാണ്. വസ്തു എഴുതി നൽകാതായതോടെ കേസ് കൊടുത്തെന്നും ഒരിക്കൽ പോലും ബിന്ദു ഹാജരാകാത്തതിനാൽ തുക കെട്ടിവെച്ച് വസ്തു സ്വന്തമാക്കിയെന്നും സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സതീശനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കേസിൽ സതീശൻ എന്ന വ്യക്തിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചില സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശദാംശങ്ങൾ തേടാനാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും സതീശൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് കോട്ടയത്ത് നിന്നുള്ള അന്വേഷണ സംഘം താങ്കളെ തേടിയെത്തിയത്? എൻ്റെ കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് എൻ്റെ സഹോദരൻ ജയദേവൻ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു ഇടപാടുണ്ടെന്നും അത് ഇവരവിടെ നിന്ന് ഊഹിച്ചെടുത്തെന്നും എനിക്കറിയില്ല. ഈ സെബാസ്റ്റ്യനെ അറിയാമോ സതീശൻ? ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അതൊരു വീട് ദൂരം നല്ല അടുത്തല്ലേ. പക്ഷേ ബിന്ദു പത്മനാഭന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, അത് ഞാൻ കോടതി വഴി നടത്തിയെടുത്തു. അതെങ്ങനെയായിരുന്നു ആ കച്ചവടത്തിൽ? അത് അവർ വന്ന് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു സെബാസ്റ്റ്യൻ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു, പിന്നെ എഗ്രിമെൻ്റ് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തരാനൊക്കെ ഇല്ല, വസ്തു കാണണം, വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവരന്നേരം എൻ്റെ കയ്യിൽ എടുത്ത് തന്നു. പിറ്റേ ദിവസം പോയി ഇത് കണ്ടു, എഗ്രിമെൻ്റ് എഴുതി. 6 മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താൻ. അന്ന് എത്ര രൂപ അഡ്വാൻസ് വാങ്ങി? അന്ന് 1.5 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തിയെടുത്തു. ഈ സെബാസ്റ്റ്യനോട് ചോദിച്ചില്ലേ ബിന്ദു എവിടെയെന്ന്? കാരണം നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിയിട്ടാണ്. അതിൽ സെബാസ്റ്റ്യനെ ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് ഈ ബിന്ദു എന്നെ വിളിക്കാൻ കാര്യം. ഞാൻ പറഞ്ഞു ഇതിനെ കൊണ്ടുവന്നത് നീയല്ലേ,
അപ്പോൾ അതൊന്നാലാണ് വിളിച്ചത്. അപ്പം പക്ഷെ എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ? ബിന്ദു പിന്നെ കാണാതായതൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ? എനിക്ക് ഇതിപ്പോൾ ഞാൻ ചാനലിലേക്ക് കൊടുക്കണ്ടത് എന്താ വെച്ചാൽ ഈ സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിൻ്റെ സ്ഥലമല്ലേ സെബാസ്റ്റ്യൻ നടത്തിയെടുത്തത്. അപ്പോൾ അതിനടുത്ത് ദുരൂഹത ഇല്ലാതില്ല. ബിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളോട് 2006 വരെ 6-ലാണ് ഇത് എഗ്രിമെന്റ് വെക്കുന്നത്. 2007 ഞാൻ കേസ് കൊടുക്കണം. 2006 അന്ന് വരുമ്പോ ഇവര് ഈ നാട്ടിലുണ്ടോ ചേട്ടാ? അത് ഏത് ഈ ബിന്ദു നാട്ടിലുണ്ടോ? അതൊന്നും എനിക്ക് ഇവിടെ വന്നു എൻ്റെ ലോഡ്ജിൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ സ്ഥലമൊക്കെ പോയി കണ്ടില്ലേ? അന്ന് ബിന്ദു ഉണ്ടോ കൂടെ? അല്ല. അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. താൻ ആ പ്രോപ്പർട്ടി വാങ്ങിയത് മറ്റു രീതിയിലൊന്നുമല്ല, അത് നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ചാണ്. പക്ഷേ 2007 തന്നെ കാണാനായി ബിന്ദു പത്മനാഭൻ എത്തിയതെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണ പ്രകാരം 2005 ശേഷം ബിന്ദു പത്മനാഭനെ നേരിട്ട് കണ്ടവർ ആരുമില്ല എന്ന് പറയുമ്പോൾ 2007 കേസുമായി ബന്ധപ്പെട്ട് താൻ പോകുന്ന ഘട്ടത്തിൽ 6 മാസത്തെ എഗ്രിമെന്റ് കഴിഞ്ഞ് കേസുമായി ബന്ധപ്പെട്ട് താൻ പോകുന്ന ഘട്ടത്തിൽ 6 മാസം മുമ്പ് 2007 കേസ് കൊടുക്കുന്നു. അതിന് 6 മാസം മുമ്പാണ് ബിന്ദുവിനെ താൻ സ്ഥലം വാങ്ങുന്നതിനായി കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം 4 വർഷത്തിന് ശേഷം കോടതിയിൽ അനുകൂല വിധി ലഭ്യമാവുകയും പണം കെട്ടിവെക്കുകയും ചെയ്തപ്പോൾ ആ ഘട്ടത്തിൽ ബിന്ദു ആ പണം റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങളാണ് സതീശൻ നമ്മളോട് പറയുന്നത്. ചേർത്തല പള്ളിപ്പുറത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. എന്തായാലും വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. സെബാസ്റ്റ്യന് ബിന്ദു പത്മനാഭനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കപ്പെടുന്നതാണ്. ആ രീതിയിലാണ് ആ വെളിപ്പെടുത്തൽ വരുന്നത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇപ്പോൾ ശരണ്യ പറഞ്ഞു നിർത്തിയതുപോലെ വലിയ വൈരുദ്ധ്യം, ഇതുവരെ അന്വേഷണ സംഘം എത്തിയ നിഗമനവും സതീശന്റെ വാക്കുകളും തമ്മിൽ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചിരിക്കാം എന്നതാണ് സതീശന്റെ ഈ തുറന്നു പറച്ചിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രേണുക, ഒരു വലിയ ലാൻഡ് മാഫിയ ബിന്ദു പത്മനാഭൻ എന്ന ശതകോടിശ്ശേരിയായ സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഓരോ അന്വേഷണത്തിലും ബോധ്യപ്പെട്ടു വരികയാണ്. അതായത് ബിന്ദുവിന്റെ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നത്, ഇത് ഇപ്പോൾ ഈ വിറ്റു എന്ന് പറയുന്ന സതീശൻ പറയുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിന് അടുത്തുള്ള ഭൂമിയാണ്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമിയാണ് ബിന്ദുവിന് നഷ്ടമായിട്ടുള്ളതെന്നാണ്. അതിൽ വളരെ വിചിത്രമായ വാദങ്ങളാണ് പറയുന്നത്. അതായത് ബിന്ദു നേരിട്ടെത്തി സ്ഥലത്തിന് അഡ്വാൻസ് നൽകി, 1.5 ലക്ഷം രൂപ താൻ അഡ്വാൻസ് നൽകി. അത് 2006 ബിന്ദു എത്തുന്നത് സതീശൻ പറയുന്നു. 2007 ബിന്ദുവിനെതിരെ താൻ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കേസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അയാൾ വ്യക്തമാക്കിയുള്ളത്. അതായത് 2005 മെയ്ക്ക് ശേഷം ബിന്ദു ട്രഷറി അക്കൗണ്ടുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള അനുമാനത്തിലാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദു ജീവിച്ചിരിപ്പില്ല, അതിനുശേഷം ബിന്ദു ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ 2006 തനിക്ക് വന്ന് അഡ്വാൻസ് നൽകുന്നു. 2007 കറക്റ്റ് 6 മാസം പൂർത്തിയായപ്പോൾ താൻ ബിന്ദു അത് ബാക്കിയുള്ള സ്ഥലം എഴുതിത്തരാൻ തയ്യാറാവാത്തത് കൊണ്ട് താൻ കേസ് കൊടുത്തു എന്നുള്ള വാദമാണ് ഈ സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ആ കേസ് തന്നെ കോടതിയിൽ പോയപ്പോൾ ഒരിക്കൽ പോലും ബിന്ദു കോടതിയിൽ പ്രതിഭാഗത്ത് നിന്ന് ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. എക്സ്പാർട്ടി വിധിയോടുകൂടി ഈ സെബാസ്റ്റ്യൻ കൊണ്ടുവന്ന ഈ ഭൂമി ബിന്ദു സതീശനുമായി ബന്ധപ്പെടുത്തി കൊടുത്ത ആ ഭൂമി സതീശന് സ്വന്തമാവുകയും ചെയ്യുന്നു. സതീശൻ ആ ഭൂമി വാങ്ങിയ ശേഷം സതീശൻ തന്നെ നമ്മളോട് പറഞ്ഞത് അപ്പോൾ തന്നെ ആ ഭൂമി താൻ വിറ്റു. അത് ആലപ്പുഴയിൽ തന്നെ ഒരു പ്രധാന അഭിഭാഷകനായ ഹരിഹരപുത്രൻ എന്ന വ്യക്തിയുടെ സഹോദരനായ രാമകൃഷ്ണന് താൻ ആ ഭൂമി വിറ്റു എന്നുള്ളതാണ് പറയുന്നത്. അതായത് കേസ് പറഞ്ഞ് ജയിച്ച ഉടൻ തന്നെ ആ ഭൂമി മറച്ചു വിൽക്കപ്പെട്ടു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ സതീശൻ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ ബിന്ദു ആദ്യം വന്ന് നേരിട്ട് വന്ന് അഡ്വാൻസ് തന്നു. അഡ്വാൻസ് തന്നതിന് ശേഷം പിന്നീട് അന്ന് രാത്രി, അതായത് അന്ന് വൈകിട്ട് സെബാസ്റ്റ്യനുമായാണ് എത്തുന്നത്. പിറ്റേ ദിവസം താൻ രാവിലെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ എത്തുമ്പോഴും ബിന്ദു അവിടെ തന്നെ ഉണ്ട്. അതായത് ആ രാത്രി മുഴുവൻ ബിന്ദു താമസിച്ചിരുന്നത് സെബാസ്റ്റ്യനും ഒന്നിച്ചാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദു ഇല്ലാതെയാണ് താൻ ഭൂമി കാണാനായി പോയത്. അത് ബിന്ദുവിനെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിർത്തിയ ശേഷം താനും സെബാസ്റ്റ്യനും കൂടിയാണ് പോയി ഭൂമി കണ്ടത്. തിരിച്ചു വന്ന ഉടനെ തന്നെ 1.5 ലക്ഷം രൂപ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ ആ പ്രോപ്പർട്ടി ഡീലിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല സെബാസ്റ്റ്യൻ ഈ സതീശനുമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ സതീശന്റെ സഹോദരൻ ജയചന്ദ്രൻ എന്ന വ്യക്തി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സതീശനിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു.
ഈ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. ഇയാൾക്ക് FCI ജീവനക്കാരനായിരുന്നു. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് സെബാസ്റ്റ്യനും ജയചന്ദ്രനും ചേർത്തല നഗരത്തിലെ ബാറിൽ ഒരുമിച്ചിരുന്ന് രാത്രി മദ്യപിക്കുന്നത് കണ്ടു. അതിന്റെ പിറ്റേ ദിവസമാണ് ജയചന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഒരു ദുരൂഹതയും ഇല്ല എന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള കാര്യം സതീശൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ജയചന്ദ്രന്റെ വണ്ടി ഓടിച്ചതുൾപ്പെടെയുള്ള ആള് സതീശനായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജയദേവന്റെ വാഹനം ഓടിച്ചിരുന്ന ആള്, സ്ഥിരമായി വാഹനം ഓടിച്ചിരുന്ന ആള് സെബാസ്റ്റ്യൻ ആണെന്ന് സതീശൻ സമ്മതിക്കുന്നുണ്ട്. ഈ കേസ് ഒക്കെ കൂടി പിണഞ്ഞു കിടക്കുന്നു. അതായത് അന്നത്തെ ഒരു ക്ഷേത്രത്തിന്റെ ട്രഷററായിരുന്ന ഈ ജയദേവൻ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ മറിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ വലിയ ബാധ്യതയിലേക്ക് ഈ ജയദേവൻ പോയിട്ടുണ്ട്. ആ ബാധ്യതയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടോ? ഇവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ സതീശൻ എന്നുള്ളതാണ്. പക്ഷേ സതീശൻ പറയുന്നത് ഈ 6 മാസത്തെ അഡ്വാൻസിന് ശേഷം പിന്നീട് ബിന്ദുവിനെ വിളിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. സെബാസ്റ്റ്യനിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ബിന്ദു വിളിച്ചത് ഒരു എക്സ് അയാൾ പറഞ്ഞ വരി ഇങ്ങനെയാണ്, എക്സ് എന്നൊക്കെയുള്ള ഒരു നമ്പറിൽ നിന്നാണ് വിളിച്ചത്. അത് ഇന്റർനെറ്റ് കോളാണോ അല്ലെ വിദേശ കോളാണോ എന്ന് തനിക്കറിയില്ല. അതായത് വിളിച്ചതിനൊരു രേഖ പോലും സതീശന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും എന്തായാലും ദുരൂഹതകൾ ഏറുകയാണ്. സ്ത്രീകൾ മാത്രമല്ലാത്ത ഇരകളും സെബാസ്റ്റ്യന്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ സെബാസ്റ്റ്യന്റെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയങ്ങൾ കൂടി കനക്കുന്നു. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴ തുടരുന്ന മുംബൈയിൽ മണ്ണിടിഞ്ഞ് 2 മരണം. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനജീവിതം ദുസ്സഹമായി. മുംബൈയിൽ റെഡ് അലർട്ടും താനെയിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ നിറം കെടുത്തിയാണ് മുംബൈയിലെ പെരുമഴ. ഇന്നലെ രാത്രി 11 മണി മുതൽ ഇന്ന് പുലർച്ചെ 4 മണി വരെയുള്ള 5 മണിക്കൂറിൽ നഗരത്തിൽ പെയ്തത് 200 മില്ലിലിറ്റർ മഴയാണ്. ഇതോടെ നവി മുംബൈ, ദാദർ, അന്തേരി, കിങ് സർക്കിൾ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പലയിടത്തും റോഡ് ഗതാഗതം താറുമാറായി. ട്രാക്കുകളിൽ വെള്ളം കയറിയതോടെ സബ് അർബൻ ട്രെയിൻ സർവീസുകൾ താളം തെറ്റി. മുംബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും വെള്ളക്കെട്ട് ബാധിച്ചു. ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ പരിധിയിലെ വിഗ്രഹോളിയിൽ പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. മുംബൈക്ക് പുറമെ സമീപ ജില്ലകളായ താനെ, റായ്ഗഡ്, പാൽഘർ, രത്നഗിരി എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അടുത്ത ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 65ആയി. കാണാതായ 200ഓളം പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ട ഭൂരിഭാഗവും ക്ഷേത്രത്തിലേക്ക് എത്തിയ തീർത്ഥാടകരാണ്. 150ഓളം പേർക്ക് പ്രളയത്തിൽ പരിക്കേറ്റിരുന്നു. 200-ലേറെ പേരെ പ്രദേശത്തു നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. സൈന്യത്തിന്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കേന്ദ്രമന്ത്രി ജിതേന്ദർ സിംഗ് ഇന്ന് കിഷ്ത്വാർ സന്ദർശിക്കും. പാകിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ 243 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബൂണർ ജില്ലയെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇവിടെ മാത്രം 157 പേർ മരിച്ചതായാണ് വിവരം. ബുണേറിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണെങ്കിലും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തുന്നു. മണ്ണിലും ചെളിയിലും പുതഞ്ഞു കിടക്കുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെന്നും രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും ദുരന്ത നിവാരണ സേന അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഷോക്കേറ്റ് 2 മരണം. കോഴിക്കോട് വടകര തോടന്നൂർ സ്വദേശി ഉഷ ആശാരിക്കണ്ടി, നെയ്യാറ്റിൻകര ഡാലുമുഖം സ്വദേശി രാഹുൽ വിജയൻ എന്നിവരാണ് മരിച്ചത്. ഉഷ വീട്ടുമുറ്റം വൃത്തിയാക്കുന്നതിനിടെ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടിയാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് മരിച്ച രാഹുൽ വിജയൻ. പ്രഷർ പമ്പ് ഉപയോഗിച്ച് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റു എന്നാണ് നിഗമനം.
പുലർച്ചെ രാഹുലിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. സംഭവം വെച്ചിട്ട് 1-ാം തീയതിക്ക് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഈ വാട്ടർ ഗണ്ണിൽ എങ്ങനെയാണെന്നറിയില്ല, അതിനകത്ത് ദുരുപയോഗം ഉണ്ടെന്ന് പോലും ഞാനിപ്പോൾ സംശയിക്കുന്നു. എങ്ങനെയാണെന്നറിയില്ല, അവൻ അവിടെ ഷോക്കേറ്റ് തറയിൽ കിടന്നു മരിച്ചതിന് ശേഷമാണ് കണ്ടതെന്ന് അറിയപ്പെടുന്നു. എന്നാലും ഉടനെ തന്നെ പല ആശുപത്രികളിലും ഇവരെടുത്തുകൊണ്ട് പോയി. ചെന്ന് നോക്കി അവസാനം അനന്തപുരിയിൽ വെച്ചിട്ട് ആണ് കൺഫേം ചെയ്തത്. 4-ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് താമരശ്ശേരിയിൽ അതീവ ജാഗ്രത. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടങ്ങി. കുട്ടി കുളിച്ചുവെന്ന് കരുതുന്ന കുളത്തിലെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. പനി ബാധിച്ച് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. ബുധനാഴ്ച സ്കൂൾ വിട്ടുവന്നതിന് പിന്നാലെയാണ് താമരശ്ശേരിയിലെ 4-ാം ക്ലാസ്സുകാരിയായ അനയ്ക്ക് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരത്തോടുകൂടി കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു. കുട്ടിയുടെ മരണകാരണം എന്തെന്ന് വ്യക്തമാകുന്നതിനായി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് കുട്ടി മരിച്ചതെന്ന് കണ്ടെത്തി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടി മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് വ്യക്തമാവുകയും ചെയ്ത്. ഇതേ തുടർന്നാണ് കുട്ടിക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ താമരശ്ശേരിയിൽ ആരംഭിച്ചത്. കുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു കുളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടി കുളിച്ചിരുന്നു. ഇവിടെ നിന്നാണോ രോഗബാധ ഉണ്ടായതെന്ന ഒരു സംശയമാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുളത്തിലെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. ഈ കുട്ടിയുടെ വീടിന് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളിൽ പനിബാധ അല്ലെങ്കിൽ മറ്റ് രോഗലക്ഷണങ്ങൾ പ്രകടമായ ആളുകളുണ്ടോ എന്നുള്ള സർവേയും നടത്തുകയാണ്. ഒപ്പം ഈ കുട്ടി കുളിച്ച കുളത്തിന്റെ സ്ഥലത്തിന്റെ ഉടമയായ ഗൃഹനാഥനും ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ പ്രകടമാണ്. ഇദ്ദേഹത്തെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്നെ വീട്ടിലെ ബന്ധു അടക്കം മറ്റ് ചിലർക്ക് കൂടി 4 പേർ കൂടി ഈ പനിയുടെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെയും നിരീക്ഷണത്തിലാക്കിയിരുന്നു. എന്നാൽ പനി ലക്ഷണങ്ങൾ ഇല്ലാതായതുകൂടി മറ്റ് പരിശോധനയിൽ കൃത്യമായ ഫലം ലഭിച്ച് അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരമോ മറ്റ് അസുഖങ്ങളോ ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പുലർത്തുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പൊരുതുമെന്ന് സാന്ദ്ര തോമസ്. നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ല, പക്ഷേ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വന്നത് സ്വാഗതാർഹമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ഫിലിം ചേംബർ സെക്രട്ടറി സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും സാന്ദ്ര തോമസ് നോമിനേഷൻ നൽകി. അതെ, കഴിഞ്ഞ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ നിൽക്കുകയാണ് ചേംബറിന്റെ. അപ്പൊ പോരാട്ടം തുടരുക തന്നെയാണ്. അറിയില്ല എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നു. പറ്റാവുന്നിടത്തോളം എന്റെ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. മൺഡേ ആണ് സ്ക്രൂട്ടിനി. മൺഡേ സ്ക്രൂട്ടിനി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു അവസ്ഥ അറിയാലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. സെക്രട്ടറി സ്ഥാനത്തേക്കായിരിക്കും മത്സരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്നാലും ഞാൻ എന്റെ ശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ എത്തിയതിൽ പ്രതികരിക്കാനില്ലെന്ന് നടി ഭാവന. നിലവിൽ അമ്മയിൽ അംഗം അല്ല. മറ്റൊരവസരത്തിൽ കൂടുതൽ പറയാമെന്നും ഭാവന. കഴിഞ്ഞ ദിവസം അമ്മയുടെ ഇലക്ഷൻ നടന്നു. സ്ത്രീകളാണ് ലീഡർഷിപ്പിലേക്ക് വന്നുള്ളത്. എങ്ങനെ കാണുന്നു ഇലക്ഷൻ? എനിക്ക് അത് നമുക്ക് എപ്പോഴെങ്കിലും പറയാം, വേറെ സാഹചര്യത്തിൽ സംസാരിക്കാം. എന്തായാലും WCC ഉൾപ്പെടെ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് പുതിയ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സഹകരിക്കുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ബിക്കോസ് ഞാനിപ്പോൾ അമ്മയിലെ ഒരു മെമ്പർ അല്ല. സോ ഐ തിങ്ക് നമുക്ക് അതിന് ഒരു സാഹചര്യം വരുമ്പോൾ സംസാരിക്കാം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 23-ലേക്ക് മാറ്റി. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് ഉണ്ടാക്കാനായിരുന്നു ശ്രമം എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതിൽ ശരിയായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കേസ് അനന്തമായി നീട്ടാനാണ് ശ്രമമെന്ന് പ്രതി PP ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു.
തിരുവനന്തപുരം വർക്കലയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി അംഗൻവാടി കുട്ടികളുടെ കയ്യിൽ രാഖി ധരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർക്കെതിരെ പ്രതിഷേധം. ടീച്ചർമാർ നാളെ ഓഗസ്റ്റ് 15-ന് ഭാഗമായിട്ട് ഇതുപോലെ രാഖി ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കെട്ടുക. അത് ഉണ്ടാക്കിയ രാഖി ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോയും കുട്ടികളെ കയ്യിൽ കെട്ടുന്ന ഫോട്ടോയും ഗ്രൂപ്പിലിടേണ്ടതാണ്. കാരണം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. രാഖി പലതരത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ നിർദ്ദേശമാണ് വിവാദമായത്. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വർക്കല താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? രണ്ടുക നമ്മളിപ്പോൾ കേട്ടത് ജ്യോതിസ്മയി എന്ന CDPCയുടെ ഉദ്യോഗസ്ഥരുടെ ശബ്ദ സന്ദേശമാണ്. ഈ ശബ്ദ സന്ദേശം അംഗനവാടികളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അംഗനവാടി ടീച്ചർമാർക്ക് അയച്ച സന്ദേശമാണ്. കുട്ടികൾക്ക് രാഖി ധരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നൽകുന്നത്. മാത്രമല്ല ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് ഈ ധരിപ്പിക്കുന്ന ഈ രാഖി ധരിച്ച ശേഷമുള്ള ഫോട്ടോ അയച്ചു നൽകണമെന്നും അത് കേന്ദ്ര ഗവൺമെന്റിന് കൈമാറാൻ വേണ്ടിയാണ് എന്നും ഉള്ള ഒരു സന്ദേശം കൂടിയുണ്ട് ഇതില്. ഇതിന്റെ ഭാഗമായി വർക്കലയിലെ ഒട്ടുമിക്ക അംഗൻവാടിയിലും ഈ രാഖി ധരിപ്പിച്ചു. പലരും ത്രിവർണ്ണ പതാകയുടെ മാതൃകയിൽ അതേ കളറിലൊക്കെയുള്ള രാഖികളാണ് കുട്ടികളിൽ ധരിപ്പിച്ചത്. എന്നാൽ ഇതിന് വിവാദമായിരിക്കുന്നത് വർക്കല നഗരസഭയിലെ തന്നെ കണ്ണമ്പ വാർഡിലെ അംഗൻവാടിയിൽ ആ വാർഡിലെ കൗൺസിലർ കൂടിയായ ഒരു BJP പ്രവർത്തക ഈ രക്ഷാബന്ധൻ ഉപയോഗിക്കുന്ന രാഖി കുട്ടികളുടെ കയ്യിൽ ധരിപ്പിച്ചതാണ്. ഇതിന്റെ ഫോട്ടോ എടുത്ത് ഒരു രക്ഷകർത്താവ് തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഇതോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തന്നെ ഇത്തരത്തിൽ നിർബന്ധമായി രാഖി ധരിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. ഇതിന് വിരുദ്ധമായി അംഗൻവാടി ടീച്ചർമാർക്ക് നിർദ്ദേശം നൽകിയ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് വർക്കലയിൽ ഉണ്ടായത്. ശരി, എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതര പിഴവുമായി SCERT 4ാം ക്ലാസ് കൈപ്പുസ്തകം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്നെന്നാണ് കൈപ്പുസ്തകത്തിൽ പറയുന്നത്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകുന്ന കൈപ്പുസ്തകത്തിലാണ് പിഴവ് സംഭവിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടും പഠിപ്പിക്കുന്ന ഭാഗത്താണ് പിഴവ്. പിഴവ് സംഭവിച്ചു എന്ന് SCERT സമ്മതിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് SCERT വ്യക്തമാക്കുന്നത്. അതിൽ ഈ തിരുത്തലുണ്ടാകുമെന്നും SCERT വ്യക്തമാക്കുന്നു. ഇങ്ങനെ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: സമാധാനപരമായ സമരങ്ങളിലൂടെ അല്ല, മറിച്ച് ആയുധമെടുത്തുള്ള പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ആയുധ സംഘങ്ങൾക്ക് രൂപം നൽകിയ വീരനായകനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാർക്കെതിരെ തീവ്രമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിന് 11 തവണ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം പിന്നീട് ആ സ്ഥാനം രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്ത അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈന്യ സംഘടന രൂപീകരിച്ച് ബ്രിട്ടനെതിരെ പോരാടി. നേതാജി എന്ന വിശേഷണത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഇന്നൊക്കെ വലിയ പുകഴ്ത്തലുകൾ ഉള്ളപ്പോഴും ബ്രിട്ടീഷ് ഭരണകൂടത്തെ പേടിച്ച് അദ്ദേഹം ഇന്ത്യ വിട്ടുപോയി എന്ന പരാമർശമാണ് വിവാദമാകുന്നത്. അവിടെയാണ് വലിയ ഗുരുതരമായ ചരിത്ര നിഷേധവും പിഴവുമുള്ളത്. നമുക്കറിയാം, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ കുറവാണ്. അദ്ദേഹം അത്രയധികം ധീരനായി സായുധ വിപ്ലവത്തിലൂടെ തന്നെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന കർശനമായ നിലപാടുണ്ടായിരുന്ന നേതാവ് കൂടിയാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോഴും ആ പാർട്ടി വിട്ടുപോകാനുള്ള കാരണവും അതുതന്നെയാണ്. സായുധ പോരാട്ടത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെന്ന ധീര നിലപാടെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് നാടുവിട്ടുപോയി എന്ന പരാമർശമുള്ള പുസ്തകം. സ്വാഭാവികമായും ഈ പുസ്തക പരാമർശം പിൻവലിക്കാൻ തന്നെയാണ് SCERT തയ്യാറെടുക്കുന്നത്. വലിയ വിമർശനങ്ങൾ ഇതിൻ്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു. അതിനെതിരെ ഈ പിഴവ് വരുത്തിയ, ഗുരുതരമായ പിഴവ് വരുത്തിയ ആർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ലവ് ജിഹാദ് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച് കേരള നിയമസഭ നിയമം പാസാക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെ പാനായിക്കുളത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ടുവെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. മതപരിവർത്തനമെന്ന പരാതി ഉണ്ടായിട്ടും പോലീസ് കേസെടുക്കുന്നില്ല. കേസിൽ അറസ്റ്റിലായ റമീസിന്റെ കുടുംബം PFIയുടെ സംരക്ഷണത്തിലാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ കോതമംഗലത്തെ
സോണയുടെ മരണം, ഇതൊക്കെ കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, അതിനുവേണ്ടി പാനായിക്കുളത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് മൊഴിയുണ്ടായിട്ടും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിയമമില്ല എന്നാണ്. അങ്ങനെ നിയമമില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം നിർമ്മിക്കുവാൻ, ഇതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുവാൻ കേരള നിയമസഭ നിയമം പാസാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതിലെ കോടതി വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് രമേശ് ചെന്നിത്തല. കോടതി പരാമർശത്തെ തുടർന്നാണ് KM മാണി രാജിവെച്ചത്. അന്വേഷണ റിപ്പോർട്ട് ശരിവെക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല. അജിത് കുമാറിനെ സഹായിക്കാൻ വിജിലൻസ് മാനുവൽ അട്ടിമറിച്ചതായി വിജിലൻസ് കോടതി വിമർശനം ഗൌരവമുള്ളതാണെന്നും ചെന്നിത്തല പറഞ്ഞു. ADGP ആയ അജിത് കുമാറിനെ സഹായിക്കാൻ വേണ്ടി വിജിലൻസ് മാനുവൽ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. സാധാരണഗതിയിൽ വിജിലൻസിന്റെ ചുമതലയുള്ള മന്ത്രി ആരാണെങ്കിലും ആ മന്ത്രിയും വിജിലൻസ് മാനുവൽ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ അജിത് കുമാറിനെതിരായിട്ടുള്ള കേസ് വിജിലൻസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കേസിന്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിയിലാണ്. കോടതി പരിശോധിച്ച ശേഷമാണ് മേൽ നടപടികൾ ഉണ്ടാകുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക്, വിജിലൻസിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരണപരമായ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ അധികാരമുള്ളൂ. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം അത്യന്തം ഗൗരവതരത്തിലുള്ള ഒന്നാണ്. മുനമ്പം വഖഫ് ഭൂമി കേസിൽ പ്രദേശവാസികളായ 5 പേർ കൂടി ഹർജി നൽകി. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലാണ് ഹർജി നൽകിയത്. എല്ലാ ഹർജികളും ഒന്നിച്ച് ഈ മാസം 30-ന് വാദം കേൾക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, മുൻപത്തെ ഭൂമി വഖഫായി പ്രഖ്യാപിച്ചതും പിന്നീട് അത് വഖഫായി രജിസ്റ്റർ ചെയ്തതിനുമെതിരെ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ആണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഈ കേസിലാണ് വിശദമായി വാദം കേട്ടുകൊണ്ടിരുന്നത്. ഇതിൽ വഖഫ് നിവാസികളായ ആളുകൾ കൂടി കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. നേരത്തെ 6 മുൻപ് നിവാസികൾ ഹർജി നൽകുകയും അവരെ കേൾക്കണമെന്ന കാര്യത്തിൽ വാദം കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ 5 മുൻപ് നിവാസികൾ കൂടെ ഈ സമാന ഹർജി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ഹർജികളിലും ഇനി ഈ മാസം 30-ന് ഒന്നിച്ച് വാദം കേൾക്കുന്നതിനാണ് ട്രൈബ്യൂണൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഹർജി അനുവദിക്കണമോ വേണ്ടയോ, അതായത് ഈ ഫാറൂഖ് കോളേജ് നൽകിയിരിക്കുന്ന കേസിൽ കക്ഷി ചേരണമോ വേണ്ടോ എന്ന കാര്യത്തിലാവും തീരുമാനമെടുക്കുക. നേരത്തെ കൊച്ചിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ മുൻപം ഭൂമിയുമായി ബന്ധപ്പെട്ട് പറവൂർ സബ് കോടതിയിലുള്ള രേഖകൾ വിളിച്ചു വരുത്താൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വാദം കേൾക്കൽ 30-ന് ശേഷം തുടരും. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അന്തിമ കരാറിലെത്താനാകാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക ചർച്ച അവസാനിച്ചു. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. ചരിത്രമുറങ്ങുന്ന അലാസ്കയിൽ പ്രതീക്ഷകൾ നാമ്പിടുന്ന നയതന്ത്ര ചർച്ചകൾക്കാണ് അവസരമൊരുക്കിയത്. ഉദ്വേഗത്തോടെ ലോകമുറ്റുനോക്കിയ ചർച്ച അന്തിമമാക്കാനായില്ലെങ്കിലും നയതന്ത്രത്തിന്റെ ഹൈ വോൾട്ടേജ് താപത്തിൽ -12-ൽ നിന്ന് അലാസ്കയിൽ മഞ്ഞുരുകിയെന്ന് കരുതാം. ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്ക് യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ദീർഘകാലത്തേക്കുള്ള സമാധാനമുണ്ടാവണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ ഇല്ലാതാവണം. യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ്. ഇന്ന് തങ്ങൾ എത്തിച്ചേർന്ന ധാരണകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പുടിൻ. Чем быстрее, тем лучше до завершения конфликта на Украине. Благодарю вас за внимание.
യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായും നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കുമെന്ന് വ്യക്തമാക്കിയ ട്രംപ് പുടിനെ ഒരിക്കൽ പോലും വിമർശിക്കാൻ തയ്യാറായില്ല. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. It's ultimately up to them. അടുത്ത ചർച്ച ഉടനുണ്ടാകുമെന്ന സൂചനകളും ഇരു നേതാക്കളും നൽകുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിലാകാമെന്ന് പുടിൻ പറഞ്ഞെങ്കിലും ട്രംപ് സമ്മതം മൂളിയിട്ടില്ല. ഈ ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. അതേസമയം അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ തന്റെ വിമാനത്തിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നാളെ ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മറ്റ് പാർലമെന്ററി ബോർഡ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദയ്ക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നൽകി പ്രമേയം ഏകകണ്ഠേന പാസാക്കിയിരുന്നു. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി യോഗത്തിന്റെ സംസാരിച്ചേക്കും. ബിജെപിയിലെ ഒരു നേതാവിനെ തന്നെ ഉപരാഷ്ട്രപതിയായി നിശ്ചയിക്കുമെന്നാണ് സൂചന. നാമനിർദ്ദേശ പത്രിക നൽകാൻ എല്ലാ NDA മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും ഡൽഹിയിലെത്താൻ ബിജെപി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള ചർച്ചയ്ക്ക് നേതാക്കളുടെ യോഗം തിങ്കളാഴ്ച ചേരും. ഓണവിപണി ലക്ഷ്യമിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നടത്തിയ പൂക്കൃഷി വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. പാലക്കാട് പരുത്തിപ്പുള്ളിയിലാണ് സംഭവം. 350 ചെണ്ടുമല്ലി ചെടികൾ വെട്ടി വീഴ്ത്തിയ നിലയിൽ ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോട്ടായി പോലീസിൽ പരാതി നൽകി. രാവിലെ വന്ന് നോക്കിയപ്പോൾ പന്നി തട്ടിയതാണ് വന്ന് നോക്കിയപ്പോൾ എല്ലാം തട്ടി നിരത്തിയിരിക്കുന്നു. തട്ടി നിരത്തിയവർക്ക് പന്നി തട്ടിയതല്ല, അരിവാൾ കൊണ്ട് വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഓരോ കൂട്ടർ ഫ്ലാഗ് ഉയർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൂ ചോദിച്ചായിരുന്നു. അപ്പോൾ അപ്പുറത്തുള്ളവർക്ക് 100 രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തും പൈസ വേണമെന്ന് പറഞ്ഞു. പൈസയെ ചോദിച്ചു, അത് പറഞ്ഞ് കട്ട് ചെയ്തു. അത് മാത്രമേ ഞങ്ങൾക്ക് ശത്രുതയുള്ളൂ, വേറെ ആരും ശത്രുതയില്ല. കൊല്ലം തട്ടാമല ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. എറണാകുളം കുമ്പളങ്ങി സ്വദേശി മാക്സൺ ജോസഫാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. പാഴ്സൽ ലോറിയും ഗ്യാസ് കയറ്റി വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പുലർച്ചെ 5:30 ദേശീയപാതയിൽ തട്ടാമല സ്കൂളിനടുത്തായിരുന്നു അപകടം. പാഴ്സൽ ലോറിയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഫയർഫോഴ്സ് സംഘമെത്തി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കഴക്കൂട്ടത്തെ പ്ലാന്റിൽ നിന്നും ആലപ്പുഴയിലേക്ക് സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറിയിൽ എതിർദിശയിൽ നിന്ന് വന്ന പാഴ്സൽ വാൻ ഇടിച്ചു കയറുകയായിരുന്നു. കോഴിക്കോട് ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഉദ്ഘാടനം ഈ മാസം 31 നടക്കും. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ഇതിനായി 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തിക്കാണ് തുടക്കമാകുന്നത്. ഈ മാസം 31 ആനക്കാംപോയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. തുരങ്കപാത ദീർഘനാളത്തെ ആവശ്യമാണെന്നും പദ്ധതിയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് ഉദ്ഘാടനത്തിലേക്ക് എത്തിയതെന്നും ലിൻഡോ ജോസഫ് MLA വ്യക്തമാക്കി. കപട പരിസ്ഥിതിവാദികൾ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഈ വരുന്ന സെപ്റ്റംബർ 9-ാം തീയതി അതിന്റെ വാദം കേൾക്കുകയാണ്. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇതിനിടയിൽ പല രൂപത്തിൽ നമ്മുടെ പദ്ധതിയെ ഉയർത്താനും ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടത്തിയപ്പോ ഈ നാടിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം മറന്ന്, രാഷ്ട്രീയ ചിന്താഗതി മറന്ന് ഈ തിരുവമ്പാടി പഞ്ചായത്തിലെയും വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശത്തുമുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ലിൻഡോ ജോസഫ് MLA ചെയർമാനും ടി വിശ്വനാഥൻ കൺവീനറുമായ 501 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. 13 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു, MP-മാർ, MLA-മാർ തുടങ്ങിയവരും പങ്കെടുക്കും. ന്യൂസ് 18 കോഴിക്കോട്. അടിമാലി അബ്സരാകുന്ന് തലമാലി റോഡിന്റെ നവീകരണ പ്രവർത്തികൾ നടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ചെങ്കുത്തായ ഇറക്കവും റോഡിന്റെ വിസ്തൃതി കുറവും നിരവധി അപകടങ്ങൾക്കിടയാക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി റോഡിന്റെ പുനരുദ്ധാരണം നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അടിമാലി ടൗണിൽ നിന്ന് കുരങ്ങാട്ടി
പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അപ്സരക്കുന്ന് തലമാലി റോഡ്. തലമാലി പട്ടികവർഗ കോളനിയാണ് തൊട്ടടുത്തുള്ള ജനവാസ മേഖല. കുത്തനെയുള്ള റോഡിൽ കൊടും വളവുകളും നിരവധിയുണ്ട്. തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്ത് അപ്സരാകുന്ന് റോഡിലെ യാത്ര അതിസാഹസികമാണ്. ഇത് 2 വളവ് ഇവിടെയുണ്ട്. നേരെ ആക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒത്തിരി ആക്സിഡൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. വണ്ടികൾ വരണം വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒത്തിരി കാലമായിട്ട് ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറുക്ക് ഗൂഗിൾ പേ ഒക്കെ കാണിക്കുന്നതനുസരിച്ച് ഓരോരുത്തർക്ക് ഇത് കയറി വരും. ആ കയറി വന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും പെടും. ഒരു പ്രാവശ്യം വലിയൊരു വണ്ടി വന്ന് പെട്ടിട്ട് വേറെ ക്രെയിൻ കൊണ്ടുവന്നൊക്കെ ഇറങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ റോഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികളും തലമാലി വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവരും ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. കുന്നിൻ മുകളിൽ നിന്നുള്ള അടിമാലി പട്ടണത്തിന്റെ വിദൂര ദൃശ്യങ്ങൾ കാണുവാനായി പുറമേ നിന്നുള്ള സഞ്ചാരികളും ടൗണിൽ വല്ലപ്പോഴും എത്തുന്നവരുമൊക്കെ ഇവിടേക്ക് വരാറുണ്ട്. അടിമാലിക്ക് ഏറെ പ്രയോജനകരമായ അപ്സരക്കുന്ന് തലമാലി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. 13 വർഷം മുൻപ് കൊല്ലം പത്തനാപുരത്ത് നിർമ്മാണം ആരംഭിച്ച വനം വകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ. പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരിയിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച കെട്ടിടവും കുളവും നിർമ്മിച്ച ശേഷം പദ്ധതി പിന്നെ മുന്നോട്ടു പോയിട്ടില്ല. 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പത്തനാപുരം MLAയും വനം മന്ത്രിയുമായിരുന്ന KB ഗണേഷ് കുമാർ കൊണ്ടുവന്ന സ്വപ്ന പദ്ധതിയാണ് ശബരി കുടിവെള്ളം പദ്ധതി. 10 രൂപ നിരക്കിൽ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടന സമയത്ത് ശബരി ഡ്രിങ്കിംഗ് വാട്ടർ എന്ന പേരിൽ ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് വിതരണം ചെയ്തതല്ലാതെ നിലവിലെ ഫാക്ടറിയിൽ നിന്നും ഒരു കുപ്പി വെള്ളം പോലും 13 വർഷം പിന്നിടുമ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 15 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപയോളം ഇവിടെ കുഴിച്ചിട്ടതല്ലാതെ ഇന്ന് വരെ ഇവിടെ ഒരു കുപ്പിക്കകത്ത് ഒരു കുപ്പി വെള്ളം പോലും വിതരണം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഉപകരണങ്ങളോ ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ കെട്ടിടം അനാശാസ്യ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആണ് ഇതിപ്പം ഉപയോഗിക്കുന്നത്. കാട് കയറി കെട്ടിടം മുഴുവൻ നശിച്ച് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി. ഉദ്ഘാടന ശേഷം ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് മുന്നണിയും മാറി. ഇതോടെ പദ്ധതി പാതി വഴിയിലായി. പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കേണ്ട പദ്ധതി കൂടിയായിരുന്നു ശബരി കുപ്പിവെള്ള പദ്ധതി. ഖജനാവിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. ന്യൂസ് 18 പത്തനാപുരം. ജനവാസം ആരംഭിച്ച് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വികസനം എത്തിനോക്കാത്ത ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെടുന്ന പഴംപിള്ളിച്ചാൽ ഗ്രാമത്തിലെ 450-ലധികം കുടുംബങ്ങളാണ് അധികൃതരുടെ അവഗണന കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത്. നേര്യമംഗലം വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ മേഖലയാണ് പഴംപിള്ളിച്ചാൽ ഗ്രാമം. 450-ലധികം കുടുംബങ്ങളുണ്ടിവിടെ. ഏറെയും പട്ടികവർഗ വിഭാഗങ്ങൾ. പഞ്ചായത്ത് ആസ്ഥാനമായ അടിമാലിയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരമുണ്ട് പഴംപിള്ളിച്ചാലിലേക്ക്. ടാർ ചെയ്തൊരു റോഡും ഒരു LP സ്കൂളും ഒരു അംഗൻവാടിയും ഒഴിച്ചാൽ മറ്റൊന്നും പഴംപിള്ളിച്ചാലിന് സ്വന്തമായിട്ടില്ല. ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഇല്ലാത്തതിനാൽ പ്രദേശത്തെ വിദ്യാർത്ഥികളെല്ലാം അടിമാലിയിലോ നേര്യമംഗലത്തോ പോകേണ്ട സ്ഥിതിയാണ്. പക്ഷെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ എത്തി നോക്കാത്ത ഒരു ഗ്രാമം കൂടിയാണ് പഴംപിള്ളിച്ചാൽ. കാരണം ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഈറ്റ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ. പരമ്പരാഗതമായിട്ട് ഈറ്റ നെയ്ത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പനമ്പ്, കുട്ട, മുറം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പണിത് ഉപജീവനം നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ബാംബു കോർപ്പറേഷൻ അടുത്ത സ്ഥാപനങ്ങളോ ഇവർക്ക് സ്വന്തമായിട്ട് സ്വയം തൊഴിൽ സംരംഭമോ ഇവിടെ സ്ഥാപിക്കാൻ നാളെ വരെ മാറി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഗ്രാമസഭ ഉൾപ്പെടെ ജനങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു സാംസ്കാരിക കേന്ദ്രമോ ചികിത്സാ ആവശ്യങ്ങൾക്കായി ആരോഗ്യ ഉപകേന്ദ്രങ്ങളോ ഇല്ല. തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങൾ ജനജീവിതത്തിനും കൃഷിക്കും ഭീഷണിയാണ്. കുടുംബങ്ങൾ ഏറെയും പട്ടികവർഗ വിഭാഗങ്ങളാണെങ്കിലും SC/ST വകുപ്പുകളുടെ സഹായ പദ്ധതികളൊന്നും ഇവിടേക്ക് വരാറില്ല. വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉൾപ്പെടെ പഴംപിള്ളിച്ചാൽ ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിനായി സർക്കാരിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വട്ടവടയിൽ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചു. കഴിഞ്ഞ മാസം ആരംഭിച്ച വിളവെടുപ്പ് 2 മാസം കൂടി നീളും. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ വിലയിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് കാരണം കർഷകർ വിൽപ്പനയ്ക്കായി ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ വിപണിയാണ്. ഗുണം കൊണ്ടും മണം കൊണ്ടും 1-ാം നിരയിലാണ് ഭൗമസൂചിക പദവിയുള്ള വട്ടവട വെളുത്തുള്ളിയുടെ സ്ഥാനം.
കൃഷി ചെയ്ത വെളുത്തുള്ളി മൂപ്പെത്തിയതോടെ ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്. പോയ വർഷം വെളുത്തുള്ളിക്ക് 500 രൂപ മുതൽ 600 രൂപ വരെ കിലോയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വില പാതിയായി കുറഞ്ഞു. ഇത് കർഷകർക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നത്. ജൂൺ ലാസ്റ്റ് മുതൽ വിളവെടുപ്പ് തുടങ്ങി. ഇപ്പോൾ ഇനിയും ഒരു 2-3 മാസം വിളവെടുപ്പ് കാണും. ഈ വെളുത്തുള്ളിക്ക് പ്രത്യേകം പറയുവാണെങ്കിൽ ഇത് നമുക്ക് GA ലൈസൻസ് കിട്ടിയ വെളുത്തുള്ളിയാണ്. നമ്മുടെ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഭൗമസൂചിക പദവി നമ്മുടെ വെളുത്തുള്ളിക്കാണ്. വട്ടവട വെളുത്തുള്ളിക്കും കാന്തല്ലൂർ വെളുത്തുള്ളിക്കും മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഈ വെളുത്തുള്ളി കഴിഞ്ഞ വർഷം ഒരു കിലോയ്ക്ക് 500 രൂപ മുതൽ 600 രൂപ വരെ കിട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം വെളുത്തുള്ളിക്ക് മികച്ച വില ലഭിച്ചതോടെ കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. ഉൽപാദനം വർദ്ധിച്ചതോടെ വിലയിടിഞ്ഞു. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടും വേണ്ടത്ര പരിഗണന വട്ടവട വെളുത്തുള്ളിക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി കർഷകർക്കുണ്ട്. ഒരു വർഷം ഒന്നിലേറെ തവണ കർഷകർ വെളുത്തുള്ളി കൃഷി ഇറക്കാറുണ്ട്. ഇത്തവണ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് 1 മാസത്തിലധികമായി. വിളവെടുപ്പ് 2 മാസക്കാലം കൂടി നീളും. ന്യൂസ് 18 ഇടുക്കി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മലയാളികളുടെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ കടയനല്ലൂർ. സുന്ദരപാണ്ഡ്യപുരം എന്നിവിടങ്ങൾ അതിനോടൊപ്പം കാണാം. കണ്ണഞ്ചിപ്പിക്കുന്ന കിലോമീറ്ററുകൾ നീണ്ട സൂര്യകാന്തി പാടവും കാണാം, ചിത്രങ്ങൾ പകർത്താം. എന്നാൽ ഇനി തമിഴ്നാട്ടിലെ ഈ സൂര്യകാന്തി പാടവും വിസ്മൃതിയിലാകുമെന്ന സൂചനയാണ് കർഷകർ നൽകുന്നത്. ഏക്കർ കണക്കിന് പറന്നു കിടക്കുന്ന പീതവർണ്ണ പരവതാനിയാണ് സുന്ദരപാണ്ഡ്യപുരത്തെ സുന്ദരമാക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ. കേരളത്തിന്റെ മലനിരകളിൽ വർണ്ണവിസ്മയങ്ങൾ ഒരുക്കുന്ന നീലക്കുറിഞ്ഞിയോളം പ്രിയപ്പെട്ടതാണ് തമിഴ്നാട്ടുകാർക്ക് സൂര്യകാന്തി. വ്യവസായത്തിനപ്പുറം സൂര്യകാന്തി പൂക്കൾ തമിഴരുടെ ജീവിതത്തിലെ താളമാണ്. മലനിരകൾ കടന്നെത്തുന്ന മലയാളികളുടെ മനം നിറയ്ക്കാൻ ഇനി സൂര്യകാന്തി പാടങ്ങൾ കാണില്ല എന്ന സൂചനയാണ് ഇപ്പോൾ തമിഴ് കർഷകർ നമുക്ക് നൽകുന്നത്. ഏക്കറുകളിൽ പരന്നു കിടക്കുന്ന പാടങ്ങൾ ചെറുതായി ചുരുങ്ങി പേരിനു മാത്രം സൂര്യകാന്തികൾ വിരിയുന്നിടമായി മാറിക്കഴിഞ്ഞു. இது சூரியகாந்தி ஒரு 20 வருஷத்துக்கு முன்னாடி நிறைய ஏரியாக்களில் நம்ம சுந்தரபாண்டியபுரம் ஃபுல்லாகவே நம்ம சூரியகாந்தி விளைவிச்சிட்டு இருந்தோம். இப்போ மண்ணுடைய வளத்தை பூரா இது செக் பண்ணி குடிக்கிறதுனால அப்படியே சுருங்கி இன்றைக்கி 1 ஏக்கர் 1/2 ஏக்கர் அந்த மாதிரி விவசாயம் பண்ணிட்டு இருக்காங்க. ஆனால் இதில் கல்டிவேட் பண்ணால் பெரிய அளவில் விவசாயிகளுக்கு லாபம் கிடைக்கிறது இல்லைங்கிறதும் ஒரு காரணமாக இருக்குது. அதனால் ஒரு ടൂറിസ്റ്റ് എൻജോയ്മെന്റുക്കാக 1 ഏക്കർ 1/2 ഏക്കർ ഇപ്പോൾ വ്യവസായം பண்ணிட்டு இருக்காங்க. ഇക്കുറിയും സൂര്യകാന്തി പാടങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ദൂരദേശത്ത് നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. എന്നാൽ സ്ഥിരം സന്ദർശകരുടെ മനസ്സിലെ ചിത്രത്തിനൊപ്പം ഇടം പിടിക്കാൻ സൂര്യകാന്തി പാടങ്ങൾക്ക് ഇക്കുറി ആയിട്ടില്ല. ഏക പ്രതീക്ഷയിലൂടെയാണ് വന്നത്. പക്ഷെ ഇവിടെ ഇപ്പം കുറവാണ്. എന്നാലും കുഴപ്പമില്ല, കുട്ടികളെയും കൊണ്ട് വന്നു കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ പൂക്കളുണ്ടായിരുന്നു. ഇപ്പം ഒരു സ്ഥലത്ത് മാത്രം പൂക്കളുള്ളൂ, ബാക്കിയുള്ള എല്ലാം ചോളമാണ്. നിലവിൽ സുന്ദരപാണ്ഡ്യപുരത്തും സുരണ്ടയിലുമായി 3 പാടങ്ങളിൽ മാത്രമാണ് സൂര്യകാന്തി പൂക്കൾ ഉള്ളത്. അതും പേരിനു മാത്രം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റ് കൃഷികൾ ഇടം പിടിച്ചു കഴിഞ്ഞു. മണ്ണിന്റെ വളക്കൂറ് നഷ്ടമായതും ഇടവിള കൃഷി ഇല്ലാത്തതും സൂര്യകാന്തിയുടെ വിളവിനെ സാരമായി ബാധിക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ നാളെ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങളിൽ 70% വരെ ഡിസ്കൗണ്ടാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഭിക്കുക. ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ഒരുക്കിയിട്ടുണ്ട്. വക്കാലക്ക ഓഫറിലൂടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, ഹുണ്ടായി കാറുകൾ, LED ടിവികൾ തുടങ്ങിയവയാണ് സമ്മാനമായി ലഭിക്കുക. കൂടാതെ വിസിറ്റ് ആൻഡ് വിൻഡ് ഓഫർ, അത്തം 10ഓളം ലാഖ്പതി ഓഫർ തുടങ്ങിയവയുമുണ്ട്. ഒപ്പം ചില്ലാക്സ് ഓഫർ സീസൺ 2വിലെ 10 വിജയികൾക്കുള്ള സമ്മാനദാനവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ഗോപു നന്ദിലത്ത് ജിമാർട്ട് തുടങ്ങിയ കാലം മുതൽ തന്നെ എല്ലാ ഓണക്കാലത്തും ഓരോ ഓഫറുകളും നൽകിയിട്ടുണ്ട്. ആ നൽകിയത് മാത്രമല്ല, കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് കസ്റ്റമേഴ്സിന് കൊടുത്ത പാരമ്പര്യമാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ടിനുള്ളത്. കഴിഞ്ഞ ഓണക്കാലത്ത് കൊടുത്ത ബെൻസ ഓഫർ, അതിനുശേഷം ഇപ്പോൾ ചില്ലാക്സ് ഓഫറിൻ്റെ 10 കാറുകൾ ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ പുതിയ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നന്ദിലത്ത് ജിമാർട്ട് വക്കാലക്ക ഓഫറിലൂടെ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് 1,00,000 രൂപ നൽകുന്നത്, അതും കൊച്ചിയിൽ. അതിനോടൊപ്പം തന്നെ
5 ഉണ്ടായി കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു. അതിനോടൊപ്പം തന്നെ 100 LED, 100 റെഫ്രിജറേറ്റർ, 100 വാഷിംഗ് മെഷീൻ ഇതെല്ലാം നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും വേറെ നൽകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം തൃശ്ശൂർ തന്നെ വീണ്ടും 10ാമത്തെ ഷോറൂം ഞങ്ങൾ ലോഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഈ ബ്രാൻഡിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്, അച്ഛൻ്റെ ജേണി ഇവിടെ നിന്നാണ്. ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും നന്ദില ജിമാർട്ട് എന്നുള്ളൊരു ബ്രാൻഡായി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭവമൊക്കെ 1983 കാലഘട്ടം മുതലുള്ളതാണ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എല്ലാവരോടും. ഇനി നമ്മൾ പുതിയതായിട്ട് തൃശ്ശൂർ തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അത് 61ാമത്തെ ഷോറൂം ഒരു ന്യൂജൻ വൈബിലായിട്ട്. ന്യൂജൻ വൈബ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം അറിയാം, എല്ലാം AI ടെക്നോളജിയാണ്. എല്ലാ രീതിയിലും പുതിയ ആൾക്കാരെല്ലാം ഭയങ്കര യോയോ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഡിസ്പ്ലേ എല്ലാം ചേഞ്ച് ചെയ്തു. നമ്മുടെ ഉള്ള എക്സിസ്റ്റിംഗ് 60 ഷോറൂംസും നല്ല രീതിയിൽ നമ്മൾ പുതിയ AI ടെക്നോളജി ഡിസ്പ്ലേസും അത് AI രീതിയിലുള്ള പുതിയ വർക്കിംഗ്, അതായത് ലൈവ് ഡെമോ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് ഗോവിന്ദ ജിമാർട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഓണക്കാലം നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ വരവേൽക്കാൻ നിൽക്കുന്നത്. പ്രമുഖ ചായ ബ്രാൻഡായ ഈസ്റ്റ് അടുത്ത 3 വർഷത്തിനുള്ളിൽ 350 കോടി രൂപയുടെ വിറ്റുവരവ് ലക്ഷ്യമിട്ട് വിപണിയിൽ പുതിയ കുതിപ്പിനൊരുങ്ങുന്നു. നിലവിൽ 30,000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമായ ഈസ്റ്റ് അടുത്ത 15 മാസത്തിനുള്ളിൽ 136 വിതരണ റൂട്ടുകളിലൂടെ 49,000 ഔട്ട്ലെറ്റുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ 20 രാജ്യങ്ങളിൽ ഇതിനോടകം സാന്നിധ്യം അറിയിച്ച ഈസ്റ്റ് യൂറോപ്പ്, തെക്ക് കിഴക്കൻ ഏഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതിയിടുന്നതായി ചെയർമാൻ നവാസ് മീരാൻ പറഞ്ഞു. ഓണം പ്രമാണിച്ച് ഈസ്റ്റ് പുതിയ പ്രീമിയം ചായയായ ഈസ്റ്റ് സ്പെഷ്യൽ പുറത്തിറക്കുകയും ചെയ്തു. പത്തനംതിട്ട റാന്നിയിൽ മൈജിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം ഹണി റോസ് നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു. റാന്നി പഴവങ്ങാടിയിലാണ് മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങൾക്കൊപ്പം ഹോം കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ക്രോക്കറി ഐറ്റംസ് എന്നിവയും ഷോറൂമിൽ ലഭ്യമാണ്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി റാന്നിക്ക് സമ്മാനിച്ചത്. ലോകോത്തര ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് മൈജിയിൽ ഒരുക്കിയിരിക്കുന്നത്. മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇന്നിപ്പോൾ റാന്നിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. മൈജി ആയിട്ടുള്ള ആത്മാന്തം എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ട് തുടങ്ങിയതാണ്. ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സുകളും ഹോം അപ്ലയൻസസും ഡിജിറ്റൽ അപ്ലയൻസസും അങ്ങനെ എല്ലാം കിച്ചൺ അപ്ലയൻസസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ ലോകോത്തര ബ്രാൻഡുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റെവിടെയും കിട്ടാത്ത ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഓണക്കാലത്ത് നമുക്കറിയാം, ഓണത്തിന്റെ ഏറ്റവും വലിയ ആഘോഷവേളയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും എല്ലാ മൈജി ഫ്യൂച്ചറുകളിലും നമ്മുടെ ഇന്നത്തെ അനേകം ഓഫറുകൾ 25 കോടിയിൽ വിലമതിക്കുന്ന ഓഫേഴ്സുകളും ഗിഫ്റ്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ്, അതൊരു 5,000 എബോ എന്ത് പർച്ചേസ് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV മുതലായ അനേകം ഗിഫ്റ്റുകളും നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ആദ്യ നറുക്കെടുപ്പ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. 2 ഭാഗ്യശാലികളെ വീതമാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ന്യൂസ് 18 പത്തനംതിട്ട. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ഭവ്യ ചേരും.